ജിയോയുടെ എയർ ഫൈബർ എടുക്കാൻ പോകുന്നവർ ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 8ന്റെ പണി എന്താണെങ്കിലും നിങ്ങൾ വാങ്ങിച്ചിരിക്കും. ഇപ്പം ഞാൻ മേടിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ കിട്ടിയ കണക്ഷൻ നല്ല ക്വാളിറ്റിയുള്ള ബാൻഡ് വിഡ്ത്തും അല്ലെങ്കിൽ നല്ല സ്പീഡും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിലൊന്നും എനിക്കൊരു പരാതിയില്ല, പരിഭവമില്ല. പക്ഷേങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഒരു മോശമായിട്ടുള്ള രീതിയിലൊരു കാര്യം ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മൾ അറിയുന്ന ഒരാളാണ്. അപ്പം എന്നോട് പറഞ്ഞു, നിലവിൽ OTT ഉണ്ട്, അതുപോലെ തന്നെ TV പാക്കേജുകളും ഇൻ്റർനെറ്റും കൂടെ കൂടിയ ഒരു പാക്കേജാണ് നമ്മൾ എടുത്തിരുന്നത്. അതിന് പകരം ഇൻ്റർനെറ്റ് മാത്രമായിട്ടൊരു പാക്കേജ് വരുന്നുണ്ട്, നീ അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്തോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ നോക്കുമ്പോൾ നിലവിൽ നമുക്ക് ഇൻ്റർനെറ്റ് മാത്രമായിട്ട് കിട്ടുന്ന ഒരു പാക്കേജാണ് ഏറ്റവും നല്ലത്. 30 MB നിന്ന് 100 MB പാക്കേജിലൂടെ നമുക്ക് ആ സെയിം റേറ്റിന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വന്നപ്പോൾ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നിലവിൽ എൻ്റെ കണക്ഷൻ ഡിസ്കണക്ഷൻ ആകാൻ വേണ്ടി കിടക്കുന്ന ദിവസമായിരുന്നു. എന്നിട്ട് പോലും ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണക്ഷൻ തരും എന്ന് പറഞ്ഞ് 3000 രൂപ എന്നെ കൊണ്ട് 5 മാസം ഡെപ്പോസിറ്റ് വെച്ചിട്ടുള്ള രീതിയിൽ അടപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരെ വിളിച്ച് അവർ ഫോൺ എടുക്കില്ല. 10 പ്രാവശ്യം വിളിച്ചാൽ 1-2 പ്രാവശ്യം എടുക്കും. ഞാൻ വരാം, അടുത്ത ദിവസം വരും എന്ന് പറഞ്ഞു. മിനിമം 3 ദിവസമാണ് അവർ സമയം പറയുന്നത്. ഇന്നത്തേക്ക് ഏകദേശം 10 ദിവസത്തോളമായി ഇതുവരെ ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പല തവണകളായി അവരുടെ മേലെയുള്ള ഹെഡായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ എനിക്ക് കണക്ഷൻ തന്ന ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ വരും. അവർക്ക് ഡിവൈസോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഈ കണക്ഷൻ എടുക്കുന്നത്? ഒന്നാമത്തെ കാണിച്ചാൽ അവർക്ക് ടെക്നിക്കൽ സ്റ്റാഫ് വളരെ കുറവാണ്. ഇപ്പം നമ്മൾ നിലവിൽ അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ വന്ന സമയത്ത് ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്, വന്ന സമയത്ത് മര്യാദയ്ക്ക് RJ45 ക്രിമ്പ് ചെയ്യാൻ പോലും അവർക്ക് അറിയത്തില്ല. അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് വന്നത്. അതൊക്കെ നമ്മൾ സ്വന്തമാണ് ക്രിമ്പ് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെയാണ് ചേട്ടാ ക്രിമ്പ് ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാ ക്രിമ്പിങ് ചെയ്യേണ്ടത് പറഞ്ഞാൽ കറക്റ്റ് കട്ട് ചെയ്ത് കൃത്യമായിട്ട് ക്രിമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മുടെ അടുത്ത് എന്ത് പോടത്തരം പറഞ്ഞാലും അവർ വിശ്വസിക്കുന്ന ഓർത്തിട്ട് അവരിരിക്കേണ്ട. അപ്പം ഞാൻ അവരോട് പല തവണയായി പറയുന്നു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്താണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യും, ഒരു രീതിയിലുള്ള കാര്യങ്ങളും അവരെ ഭാഗത്ത് ഒരു റെസ്പോൺസ് പോലും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു കേട്ടോ. അപ്പം ജിയോ എയർ ഫൈബർ എടുക്കാൻ പോകുന്നവർ ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കണക്ഷൻ എത്ര ദിവസം കൊണ്ട് തരുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കണക്ഷൻ എടുക്കാൻ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, കാശും കൊടുത്തിട്ട് കടിക്കുന്ന പട്ടീനെ വാങ്ങിയുള്ള അവസ്ഥയിൽ അങ്ങനെ അവിടെ ഇരിക്കേണ്ടി വരും. അതിപ്പോൾ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പാക്കേജ് അഗൈൻ റീചാർജ് ചെയ്തു. അവരുടെ റീഫണ്ട് അടിക്കാൻ പറഞ്ഞിട്ട് അതുപോലും അവർ റീഫണ്ട് പോലും അവർ ചെയ്യുന്നില്ല. അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നല്ലാതെ ഒരു രീതിയിലുള്ള കാര്യം. പക്ഷേ കണക്ഷൻ കിട്ടി. ചില ലൊക്കേഷനിൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കണക്ഷനുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 2 കണക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ 2 കണക്ഷനും എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇവർ വന്ന് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഭയങ്കര മോശമായൊരു കാര്യം തന്നെയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും രീതിയിലൊരു ഇൻ്റർനെറ്റ് മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മോശക്കേട് കൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. അല്ലാതെ നമ്മളിത് മേലെ ഇരിക്കുന്ന അംബാനിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത്. കാരണം അവർ അസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളും ആളുകളുണ്ട്. അവർ കൃത്യമായിട്ട് കോർഡിനേഷൻ ചെയ്യുന്നില്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരത്തില്ല. കാരണം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. എനിക്ക് എന്നാണോ വയനാട്ടിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റ് അവർ കൊണ്ടുവന്ന് അന്നത്തെ ദിവസം ലോഞ്ച് ചെയ്ത് അന്നത്തെ ദിവസം മുതൽ ഞാൻ ഇന്ന് വരെ ആ കണക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കതിൽ പരാതിയോ പരിവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഏകദേശം 80-90 MBPS അപ്ലോഡിങ് കിട്ടുന്നുണ്ട്. അതുപോലെ 100 MBPS നമുക്ക് ഡൗൺലോഡിങ് കിട്ടുന്നുണ്ട് 100 MBPS പാക്കേജിൽ. അതുകൂടെ തന്നെ എനിക്കൊരു 30 MBPS പാക്കേജുള്ള വേറൊരു സ്ഥലം കൂടിയുണ്ട് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നിടത്ത്. അവിടത്തേക്കാണ് ഞാൻ ഈ അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുന്നത്. കാരണം അവിടെ TVയോ OTT ഒന്നും ആവശ്യമില്ലല്ലോ, ഇൻ്റർനെറ്റ് ആണല്ലോ മെയിൻ ആയിട്ടുള്ള ആവശ്യമുള്ളത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് വേണോ വേണ്ടയോ എന്ന് ഒരു വട്ടം കൂടി ചിന്തിക്കുക, എന്നിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ അല്ലെങ്കിൽ അവർ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് അവർ കൃത്യമായിട്ട് തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ കടിക്കുന്ന പട്ടിയെടുത്ത് തോളിലിട്ട അവസ്ഥയാവും. ഇതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. കാരണം വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല. എന്താണെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം വിളിച്ചാൽ ഫോൺ എടുത്താൽ മാത്രമാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഏതാണ് ഏജൻസി എന്നുള്ളത്. പുൽപ്പള്ളിയിലുള്ള ഏജൻസിയാണ് ഈ സംഭവം കണക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. എന്നാൽ ഇവർ തരേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ പനമരത്ത് വരണമെന്നാണ്. പുൽപ്പള്ളി നിന്നാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പനമരത്തുള്ള ആൾ വേണം ചെയ്യാൻ വേണ്ടി. വയനാട് ഹെഡിനെ വിളിച്ചപ്പം ഞാനത് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം അവർക്ക് വന്നോ വന്നില്ല എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട കാര്യമല്ലേ. അവരല്ലേ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, നമ്മളോടാണോ ചോദിക്കേണ്ടത് വന്നോ, നിങ്ങൾ വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അപ്പം വേറൊന്നുമില്ല, ഇൻ്റർനെറ്റ് ഒരുപാട് മേഖലയിലുള്ള ഇൻ്റർനെറ്റ് സർവീസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ജിയോ എയർ ഫൈബർ എടുക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. മറ്റ് പല സർവീസുകളും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ഷൻ കിട്ടുന്നുണ്ട്, സ്പീഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എയർ ഫൈബർ എടുക്കുന്നവർ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നല്ലതായിരിക്കും.